പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ മീഡിയ കമ്മീഷൻ. വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട കോടതിയെ വെല്ലുവിളിക്കുകയാണോ എന്ന തലക്കെട്ടോടു കൂടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം നടക്കുകയും ആ വിവാദം പരിഹരിക്കുന്നതിനു വേണ്ടി സ്കൂൾ അധികൃതർ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെയും കോടതി സംവിധാനത്തെയും സമീപിക്കുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും വിശകലനം ചെയ്ത കോടതി സമകാലിക കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും വർഗീയ ശക്തികളുടെ കടന്നാക്രമണവും എങ്ങനെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നു എന്ന് നിരീക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനവും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ നിരീക്ഷണം നടത്തി സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ പോലീസിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഇപ്രകാരം നമ്മുടെ നാട്ടിലെ കോടതി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തീരുമാനം നൽകിയിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി ശിവൻകുട്ടി തന്നെ ആ കോടതി നിർദ്ദേശത്തിന് എതിരെ പറഞ്ഞ് തീർത്തും അനുചിതമായി എന്ന് പറഞ്ഞാൽ അത് മതിയാവുകയില്ല. വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് തുടർ പഠനത്തിന് അനുമതി നൽകണം. മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിനും നമ്മുടെ നാട്ടിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം നേടുന്നതിന് സഹായിക്കുകയും ആവശ്യമായ സംരക്ഷണം കൊടുക്കുകയും ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ മറ്റു താൽപ്പര്യങ്ങളുടെ സംരക്ഷകരും അതിന്റെ വക്താക്കളുമാകുമ്പോൾ ആരുടെ അടുത്ത് അഭയം തേടണം എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടൽ പൊതുസമൂഹത്തിന് ആശ്വാസം നൽകുന്നതാണ്. എന്നിരുന്നാലും സർക്കാരിന്റെയും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഈ പ്രതികരണം തീർച്ചയായിട്ടും ആശങ്കാജനകമാണ്. ഇന്ത്യൻ ഭരണഘടനയും ഇപ്പോൾ നിലനിൽക്കുന്ന വിവിധ കോടതി ഉത്തരവുകൾക്കും എതിരെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ അനുവദിക്കണമെന്ന് പറയാൻ ഒരു മന്ത്രിക്കും അവകാശമില്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കട്ടെ. മാത്രമല്ല, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വിദ്യാർത്ഥിനിയും മാതാപിതാക്കളും സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാമെന്ന് സമ്മതിച്ചതുമാണ്. ഇരുകൂട്ടരും രമ്യമായി പരിഹരിച്ച വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വർഗീയ ശക്തികൾക്ക് വിളയാടാൻ പാകത്തിന് ഇട്ടുകൊടുക്കുന്ന വിവേകശൂന്യത നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ വിവാദ പ്രസ്താവന വഴി ബഹുമാനപ്പെട്ട മന്ത്രി കുടപിടിച്ചു കൊടുക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാലയങ്ങളിൽ മതപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവാദവും സാമുദായിക സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ കാണുന്നത് ഇവിടുത്തെ മതേതര സമൂഹം മനസ്സിലാക്കുന്നുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളുള്ള ന്യൂനപക്ഷ സ്ഥാപനങ്ങളാണെന്നത് താങ്കൾ മറക്കാൻ പാടില്ല.